ഇങ്ങനെ സ്വന്തം ഭാര്യയുടെ കൂടെ കിടക്കാനും വാപ്പേ ഞാൻ മണിഹൂണ് പൊക്കോട്ടെ. ഒരാള് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച പെണ്ണിനെ പെങ്ങളും വാപ്പയും ഏട്ടന്റെ ഭാര്യയും അമ്മായിയും ഒക്കെ ഇരിക്കുന്ന ഇടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് ഒരു ചോദ്യം, വാപ്പേ ഞാൻ മണിഹൂണ് പൊക്കോട്ടെ. വാപ്പ പറയാണ്, ഹണിമൂണൊക്കെ പോകാൻ വേണ്ടി മാത്രം ഓണ വീട്ടിൽ നിന്ന് സീസണായിട്ട് ഒരുപാടൊന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഇവിടെയുള്ള ഏട്ടൻ്റെ ഓളും ആൾക്കാരും ഒന്നും ഹണിമൂണ് പോയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളും പോണ്ട. ഡിങ്, അതവിടെ കഴിഞ്ഞു. സംഭവം അന്ന് അതിന്റെ വലിയ ഇതൊന്നും അറിയില്ലെങ്കിലും വിവാഹം കഴിപ്പിച്ചു കൊണ്ടുവന്ന ചെറിയ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ വലിയൊരു ഡ്രീം, അവളുടെ ആഗ്രഹമാണ് എവിടെയെങ്കിലും ഒന്ന് പോവുക, സ്വന്തം ഭർത്താവിൻ്റെ കൈ പിടിച്ചൊന്നിരിക്കുക, കുറച്ചു നേരം സംസാരിക്കുക, ചേർത്ത് പിടിച്ചിരിക്കുക. ഇതൊക്കെ ഒരു പെൺകുട്ടിയുടെ സുരക്ഷിതത്വം അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്നേക്കും ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്ന നല്ല ഓർമ്മകളുടെ ഒരു തുടക്കം മാത്രമാണ് ഈ ഹണിമൂൺ എന്നൊക്കെ പറയുന്നത്. നിന്റെ ഏട്ടനൊരുത്തൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, നിന്റെ പെങ്ങന്മാര് കല്യാണം കഴിച്ചിട്ടുണ്ട്, അവരാരും മണിഹൂണ് പോയിട്ടില്ല. അതുകൊണ്ട് നീയും മണിഹൂണ് പോണ്ട. ഇതിന്റെ വേറൊരു രസം എന്താന്ന് വെച്ചാല് ഇളയ പെങ്ങളും വാപ്പയും എല്ലാവരും ചേർന്നിട്ട് മണിഹൂണിന് ഇവരെ പറഞ്ഞു വിടണ്ടാന്ന് നേരത്തെ തീരുമാനിച്ചിട്ടാണ് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയെ ഇവരെ മുന്നിലേക്ക് വിളിച്ചിട്ട് നാടകം കളിക്കുന്നത്. പലർക്കും ഇത് അനുഭവമായിരിക്കും. ഇത് ഇങ്ങനെ സ്വന്തം ഭാര്യയുടെ കൂടെ കിടക്കാനും മണിഹൂണോ ഒന്നും കൊണ്ടുപോയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് പുറത്ത് കൊണ്ടുപോകാനും അവളുടെ കൈയൊന്ന് പിടിക്കാനും വരെ ഇങ്ങനെ ബാപ്പമാരോട് സമ്മതം ചോദിക്കുന്ന മൊണ്ണകളെ ഒരിക്കലും കല്യാണം കഴിക്കരുത്. ഇത് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് അറിയാൻ വേണ്ടി പാർട്ട് 2 കാണണേ. ഇതിന്റെ പാർട്ട് 2 വരുന്നുണ്ട്.